2 വർഷങ്ങൾക്ക് ശേഷം കാനഡയിലെ മക്ഗിൽ യൂണിവേഴ്സിറ്റിയിൽ, കാനഡയിലെ ഹാർവാർഡ് എന്ന് വിളിക്കപ്പെടുന്ന സർവകലാശാലയാണിത്. മോൺട്രിയൽ ഒരു ഫ്രഞ്ച് ഇംഗ്ലീഷ് കലർന്ന സംസ്കാരമുള്ള നഗരമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ താൽപ്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ പഠനത്തിനായി ഈ യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ ലൈബ്രറികളും കെട്ടിടങ്ങളും ഒക്കെയുള്ള വല്ലാത്ത ഒരിഷ്ടം തോന്നിക്കുന്നത് തന്നെയാണ് മൊത്തത്തിൽ ഭംഗിയുള്ള ഒരു യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിലാണ് വേദ പഠിക്കുന്നത്. എൻട്രൻസ് സ്കോളർഷിപ്പ്, ഡിഗ്രിക്ക് സ്റ്റേറ്റ് റാങ്കോ അല്ലെങ്കിൽ 90% മുകളിൽ മാർക്കോ ഉള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ലഭിക്കും. ആ സ്കോളർഷിപ്പ് നേടിയ ആളാണ് വേദ. ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠനം അവൾ ആരംഭിച്ചത്. മാസ്റ്റർ ഓഫ് ആർട്സ് പഠിക്കാൻ പൂർണ്ണ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ അതൊരു വലിയ ബിരുദമായി വേദ തൻ്റെ സ്വപ്നത്തിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടേയിരുന്നു. വേദ ഇപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റുഡൻറ് ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. അവിടെ സൈലന്റ് ആയിരുന്ന ബുക്ക് വായിക്കുകയാണ്. സമയങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് അവിടുത്തെ സൈലൻസിനെ ഇല്ലാതെ ആക്കിക്കൊണ്ട് വേദയുടെ കയ്യിൽ കെട്ടിയ സ്മാർട്ട് വാച്ചിൽ അലാറം അടിച്ചു. പെട്ടെന്നായതിനാൽ വേദ ഞെട്ടി ചുറ്റും നോക്കി. ആ ലൈബ്രറിയിലുള്ള ആളുകൾ അവളെ വല്ലാതെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ അവരോട് സോറി പറഞ്ഞു. ബുക്ക് ഷെൽഫിൽ വെച്ചിട്ട് പുറത്തേക്കിറങ്ങിയിട്ട് വേഗം അവൾ തൻ്റെ അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി നടന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും 15 മിനിറ്റ് സമയമുണ്ട്. നടക്കുന്ന സമയമെല്ലാം വേദ യൂണിവേഴ്സിറ്റി മുഴുവനൊന്ന് നോക്കി കാണുകയാണ്. അവിടെ അവൾക്കുള്ള ഫ്രണ്ട്സ് എല്ലാം അവളെ നോക്കി ചിരിയോടെ വരാൻ പറയുന്നുണ്ട്. എങ്കിലും വേദ സമയമില്ല എന്ന് കൈ കാണിച്ചു. അതോടെ അവർ തങ്ങളുടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. വേദ തൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് നീങ്ങി. അവിടെ ചെന്നിട്ട് വേഗം തൻ്റെ റൂമിലേക്ക് കയറിയിട്ട് വേഗം അവൾ ഫ്രഷാകാനായി തുടങ്ങി. ഫ്രഷായ ശേഷം അവൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം അവൾ ആലോചനയോടെ നോക്കി. തന്നിൽ വന്ന മാറ്റങ്ങൾ, പഴയ വേദയുടെ ചെറിയ നിഴലെങ്കിലും തന്നിൽ ഉണ്ടോ എന്ന് ആലോചനയോടെ അവൾ ഓർത്തു. ഇല്ല, ആ പഴയ വേദയല്ല ഇത്. വേദനകൾ മറച്ചുവെച്ച് മുഖംമൂടികൾ അണിഞ്ഞ വേദ അതല്ല ഇത്. ഇപ്പോൾ മനസ്സിൽ പഴയ വേദനകളോ പഴയ ഭാരമോ ഇല്ല. കാനഡയിലെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വേദയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. കുറച്ചുകൂടെ മെലിഞ്ഞു, നല്ല നിറം വെച്ചിട്ടുണ്ട്, കവിളുകൾ റോസ് കളറിലായിട്ടുണ്ട്, ഡ്രസ്സിങ്ങിലൊക്കെ നല്ല മാറ്റം ഉണ്ടായി. നീളമുള്ള മുടി വെട്ടി കഴുത്തിന് കുറച്ച് താഴെയായി സ്റ്റൈലിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഒപ്പം ചോക്ലേറ്റ് ബ്രൗൺ കളർ ചെയ്തിട്ടുമുണ്ട്. മൊത്തത്തിൽ പഴയ വേദയിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട്. പഴയ വേദ ഇപ്പോൾ അവളിൽ ഇല്ല. അത് ചിരിയോടെ നോക്കിക്കൊണ്ട് വേദ സ്വയം ഒന്ന് നോക്കിയിട്ട് വേഗം ബ്ലൂ ബെൽ ബോട്ടം ജീൻസും വൈറ്റ് ഒരു ക്രോപ്പ് ടോപ്പും ഇട്ടിട്ടൊപ്പം ഒരു സ്ലിംഗ് ബാഗ് ക്രോസ് ആയിട്ടിട്ട് മുടി മൊത്തം എടുത്ത് പൊക്കിക്കെട്ടി. മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. പകരം സ്കിൻ കെയർ ചെയ്തിട്ട് കാലിൽ ഹീൽ ഷൂസും കൂടി ഇട്ടിട്ടവൾ വേഗം ഇറങ്ങി. ഇപ്പോൾ സമയം വൈകിട്ട് 5 മണി. 5:30 മുതൽ രാത്രി 10 മണി വരെ ഒരു കോഫി ഷോപ്പിൽ ജോലിയുണ്ട്. കഴിഞ്ഞ 1 വർഷമായി വേദ ഇവിടെ തന്നെയാണ്. വന്ന സമയങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് വേദ. ക്ലീനിങ് സ്റ്റാഫായി വരെ അവൾ നിന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നിലും അവൾ മുഖം ചുളിക്കാതെ എപ്പോഴത്തെയും പോലെ എല്ലാവരെയും ഹാപ്പിയാക്കുന്ന അവളുടെ ആ പുഞ്ചിരിയോടെ എല്ലാ ജോലികളും ചെയ്തവൾ മുന്നോട്ട് പോയി. ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന ആഗ്രഹത്തിൽ, ആരുടെയും സഹായത്തിൽ ജീവിക്കേണ്ട എന്ന അവളുടെ ഉള്ളിലെ ദൃഢനിശ്ചയം ഇന്ന് വേദയെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു. സന്തോഷമാണ് അവളെ. എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ടെന്നൊഴിച്ചാൽ വേദ ഹാപ്പിയാണ്. 5:30 ആയതും അവൾ കോഫി ഷോപ്പിലെത്തി. വേഗം തൻ്റെ ജോലിയിൽ അവൾ കയറി. എല്ലാ കസ്റ്റമേഴ്സിനെയും തൻ്റെതായ ചിരിയിലും പ്രവൃത്തിയിലും സംസാര ശൈലിയിലും വേദ കയ്യിലെടുത്തു. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. രാത്രി 10 മണിയാകുന്നു. ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള സമയത്ത് തിരക്ക് പിടിച്ച ക്ലീനിങ്ങിലാണ് അവിടെയുള്ള സ്റ്റാഫുകൾ. അതിൽ വേദയുമുണ്ട്. അവളും അതിലുള്ള തിരക്കിലാണ്. എല്ലാ പരിപാടികളും കഴിഞ്ഞ വേദ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെയായി ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. രാത്രിയായിട്ടും ഇപ്പോഴും അവിടെ ആളുകളുണ്ട്. വേദ അവിടെയുള്ള ഒരു ഇരിപ്പിടത്തിലിരുന്നു. എന്നിട്ട് കയ്യിലായി കരുതി വെച്ച സാൻഡ്വിച്ചും ഒപ്പം കോക്കും എടുത്ത് കഴിക്കാൻ തുടങ്ങി.
ഓരോ തവണ സാൻഡ്വിച്ച് കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ചുറ്റുമുള്ളവരിൽ പാഞ്ഞുകൊണ്ടേയിരുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവർ അവരുടേതായ ജോലികളിൽ ഏർപ്പെട്ടു. വേദ കഴിച്ച ശേഷം ബാക്കി വന്ന വേസ്റ്റ് എടുത്തവൾ അവിടെയായി സ്ഥാപിച്ചു വെച്ച വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടവൾ അതിലെ പതിയെ നടന്നു തുടങ്ങി, ആ കാഴ്ചകളിൽ കൂടി. അങ്ങനെ നടക്കുമ്പോഴാണ് വേദയുടെ കണ്ണുകൾ ആ കാഴ്ച പതിഞ്ഞത്. പ്രണയത്തിൽ പരസ്പരം ചുംബിക്കുന്ന ഒരു കമിതാക്കൾ. ആ കാഴ്ച കാണും തോറും വേദയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ആ വേദനയുടെ അവസാനം അവളുടെ കൈകൾ കഴുത്തിലായി കിടക്കുന്ന നേർത്ത മാലയിലുള്ള താലിയിൽ ചെന്ന് നിന്നു. ദർശ അവളുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയിൽ വേദയുടെ കൈകൾ താലിയിൽ മുറുക്കി. എത്ര ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ വേദന നിറഞ്ഞു. അതേ വേദനയോടെ അവൾ അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു. ആ സമയം അവളുടെ മനസ്സിൽ നിറഞ്ഞത് ദർശന്റെ മുഖമായിരുന്നു. ദർശനോടുള്ള ദേഷ്യത്തിൽ തന്നെയായിരുന്നു വേദ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷെ അവളുടെ സ്വപ്നങ്ങൾക്കും വാശികൾക്കും എല്ലാത്തിനും അവസാനം അവളുടെ ഉള്ളിൽ തെളിയുന്നത് ഒരേ ഒരു മുഖമായിരുന്നു. അത് ദർശിൻ്റെതാണ്. വർഷങ്ങൾ അവൾക്കുള്ളിൽ അവനോടുള്ള ദേഷ്യത്തിന് ശമനം വന്നതുപോലെ അല്ല, അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോൾ അവൾക്കുള്ളിൽ. കാരണം അവൾക്ക് ദർശന്റെ സാമീപ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും എത്രമേൽ വേദന നിറഞ്ഞതാണ് എന്ന് വേദ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതെ, വേദ തിരിച്ചറിഞ്ഞു. അവൾക്ക് അവളുടെ കിച്ചുവിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന്. അവൻ ചെയ്ത തെറ്റുകൾ അവൾ ക്ഷമിച്ചിട്ടുണ്ട് എന്നും. കാരണം ദർശി പോയ വഴികൾ എത്രത്തോളം വേദനാജനകമാണ് എന്ന് വേദയല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാകുന്നത്? അതിനാൽ തന്നെ ഇവിടെ വന്ന ദിവസങ്ങൾ കഴിഞ്ഞതും വേദയ്ക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ദർശി എന്തോരം ആഴത്തിൽ പതിഞ്ഞു എന്ന്. ഒപ്പം തന്നെ അവളുടെ മുഖം പരിഭവം കൊണ്ട് നിറഞ്ഞു. കാരണം അവൾ വന്നിട്ട് 2 വർഷമാകുന്നു. ഈ വർഷത്തിൽ ഒരിക്കൽ പോലും ദർശോ ദേവുവോ വേദയെപ്പറ്റി ഒന്നും അറിയാനോ അവളെ കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. വേദയ്ക്ക് ആദ്യമൊക്കെ അത് വേദന തന്നെയായിരുന്നു. പക്ഷെ പോകെ പോകെ വേദ ആ വേദനയും സ്വയം സഹിക്കാൻ കഴിഞ്ഞു. സ്വയം സഹിക്കാൻ അവൾ പഠിച്ചു. പകരം തൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ വേദയുടെ PG കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അവളുടെ ബിരുദം കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള സെറമണിയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനും അവളിലുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് വേദയുടെ ബിരുദത്തിന് വേണ്ടിയുള്ള സെറമണി. രാവിലെ തന്നെ വേദ റെഡിയായി ഇറങ്ങി. ഇന്ന് വേദ എന്നത്തെയും പോലെ മോഡേൺ ഡ്രസ്സിലായിരുന്നില്ല, സാരിയായിരുന്നു അവൾ തിരഞ്ഞെടുത്തത്. ചുവന്ന സാരിയിൽ മിനിമലായി റെഡിയായി അവൾ. എന്നിട്ട് വേഗം ഫംഗ്ഷനെത്തി. ഇന്ന് വളരെയധികം സുന്ദരിയായിരുന്നു വേദ. പലരുടെയും കണ്ണുകൾ വേദയിലുമായിരുന്നു. അപ്പോഴേക്കും വേദയുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ വന്ന് അവളെ മൂടി. അവരും അവളെ പ്രശംസിക്കാൻ മറന്നില്ല. അങ്ങനെ ഫംഗ്ഷൻ ആരംഭിച്ചു. എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അവരുടെ ഫാമിലി മറ്റും വന്ന് അതിൽ സന്തോഷത്തോടെ പങ്കുചേരുന്നത് വേദ ഇത്തിരി സങ്കടത്തോടെയാണെങ്കിലും നോക്കി നിന്നു. പക്ഷേ അവൾ ആ നിമിഷം അറിഞ്ഞില്ല, തന്നെ കണ്ട് കണ്ണുകളും മനസ്സും നിറഞ്ഞുകൊണ്ട് അവിടെ അവൾക്ക് വേണ്ടി ഒരുവൻ നിൽപ്പുണ്ട് എന്ന്. അങ്ങനെ വേദയുടെ അവസരം വന്നു. സ്റ്റേജിൽ നിന്ന് അവാർഡും സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് കൊടുക്കുമ്പോഴാണ് വേദയുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ടത്. ദൂരെ ആ ഓഡിറ്റോറിയത്തിൽ അവളെ നോക്കി പ്രണയത്തോടെ നിൽക്കുന്ന ദർശ്. വേദയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അത്ഭുതത്തോടെ നോക്കി. അവിടെ കുസൃതി ചിരിയോടെ നിൽക്കുന്നവൻ ദർശ്. അവൻ തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ നിറഞ്ഞുപോയി. ആ നിമിഷം അവളുടെ ഉള്ളിൽ മറ്റൊന്നും തെളിഞ്ഞില്ല, അവനല്ലാതെ മറ്റൊന്നും. അതുകൊണ്ട് തന്നെ അവൾ പോലും അറിയാതെ അവാർഡും സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് ദർശനെ ലക്ഷ്യമാക്കി നടന്നു. അതവസാനം ഒരു ഓട്ടമായി. വേദ സാരി പിടിച്ചുകൊണ്ട് അവന് നേരെ പാഞ്ഞു ചെന്ന് ദർശന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതേ സമയം വേദയുടെ പ്രവൃത്തിയിൽ സ്റ്റക്കായിപ്പോയ ദർശ് ഒന്ന് ഞെട്ടിപ്പോയി. എങ്കിലും തൻ്റെ നെഞ്ചിനെ നനയ്ക്കുന്ന വേദയുടെ കണ്ണുനീർ അവൻ്റെ കണ്ണുകളെയും ഈറനാക്കാൻ തുടങ്ങി. ദർശ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ടും മതിയാകാത്തതുപോലെ വേദയുടെ കൈകൾ ദർശിൽ മുറുകിക്കൊണ്ടേയിരുന്നു. തുടരുന്നു. പിന്നെ ആക്ച്വലി ഐം സോറി, കുഞ്ഞിന് പനിയാണ്. പിന്നെ നമ്മൾ ഡെയിലി സ്റ്റോറി ഇടുന്നത് ഭയങ്കര പ്രഷറാണ് സത്യം പറഞ്ഞാൽ.
കാരണം ഞാൻ പ്രതിലിപിയിലും കഥ എഴുതുന്നുണ്ട്, യൂട്യൂബിലും ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ തന്നെ കുറച്ച് നേരം കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ പ്രതിലിപി കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ലാസ്റ്റ് ചെന്ന് പ്രതിലിപി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മെസ്സേജുകളോടെ മെസ്സേജ്. അപ്പോൾ എനിക്ക് അവിടെ ഡെയിലി അവിടെയും ഒരു കഥ ഇടണം. പിന്നെ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഡെയിലി കഥ ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നരാടം ഇടാം. ഒപ്പം തന്നെ ഞാൻ ലെങ്ത് കൂട്ടാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളോട് എപ്പോഴും വന്ന് ഇന്നില്ല നാളെ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കും. പക്ഷേ ഇനി ഒന്നരാടമേ സ്റ്റോറി ഉണ്ടാവുള്ളൂ. പക്ഷേ ലെങ്ത് കൂട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വേദയും ദർശനയും ഞാൻ ഒന്നാക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ദർശനയും വേദയും പിരിക്കാമെന്ന്. പക്ഷേ അത് വേണ്ടാന്ന് തോന്നി. എന്തൊക്കെ പറഞ്ഞാലും അവരൊരുമിച്ച് നിൽക്കട്ടെ അല്ലേ. പക്ഷേ ദർശ ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഉടനെ പറഞ്ഞുതരാം. പിന്നെ അഭിപ്രായം പറയണം. താങ്ക് യു ഓൾ.